വിശദമായ വാർത്തകളിലേക്കാണ്. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് 21-കാരൻ ജീവനൊടുക്കിയതിൽ ആൺ സുഹൃത്തിനെ ഇന്ന് അറസ്റ്റ് ചെയ്തേക്കും. കണ്ണാടിക്കൽ സ്വദേശിയും ജിം ട്രെയിനറുമായ ബഷീറുദ്ദീനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനാണ് പോലീസിന്റെ നീക്കം. പെൺകുട്ടി യുവാവിന് അയച്ച സന്ദേശം പോലീസ് കണ്ടെത്തും. വാർത്തയുടെ വിശദാംശങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നു. അഭിന, എരഞ്ഞിപ്പാലത്ത് 21-കാരൻ ജീവനൊടുക്കിയതിൽ ആൺ സുഹൃത്തിനെ ഇന്ന് അറസ്റ്റ് ചെയ്തേക്കാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ വാടക വീട്ടിൽ മുഖ്യമന്ത്രി നിലയിൽ കണ്ടെത്തുന്നത്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കുടുംബം നേരത്തെയും നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കൊലപാതകമാണ്, അല്ലാതെ തന്റെ മകൾ ഇത്തരത്തിലൊരു കാര്യം ചെയ്യില്ല എന്നുള്ളൊരു നിലപാടിൽ കുടുംബം ഉറച്ചു നിൽക്കുന്ന ഒരു ഘട്ടം തന്നെയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ വാട്സ്ആപ്പ് ചാറ്റുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വാട്സ്ആപ്പ് ചാറ്റുകൾ പ്രധാനമായും ഉന്നയിക്കുന്നത് തന്റെ മരണത്തിന് ഉത്തരവാദി താൻ തന്നെയായിരിക്കും എന്നുള്ള രീതിയിലാണ്. ഈ ഒരു വാട്സ്ആപ്പ് സന്ദേശത്തിൽ പറയുന്നത് അതായത് ശക്തമായ എന്തോ ഒരു കാര്യം ഇരുവർക്കിടയിലും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ഈ ഒരു വാട്സ്ആപ്പ് ചാറ്റിൽ പ്രധാനമായും പറയുന്നത്. തന്റെ മരണത്തിന് ഉത്തരവാദി താൻ തന്നെയായിരിക്കും എന്നുള്ള രീതിയിലാണ് ആ ഒരു സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിലൊന്നും ഈ ആൺസുഹൃത്ത് ഇതുമായി സഹകരിച്ചിട്ടുണ്ടായിരുന്നില്ലെന്ന് പോലീസ് ആദ്യം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ആൺസുഹൃത്തിന് ഒന്നും അറിയാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലാണ് ആൺസുഹൃത്ത് ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്ന ഒരു കാര്യം. പക്ഷേ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഈ ആൺസുഹൃത്തിന്റെ പക്കൽ നിന്നും ഈ ഒരു മൊബൈൽ ഫോൺ കണ്ടെത്തുന്നതും ഈ വാട്സ്ആപ്പ് സന്ദേശത്തിൽ ഇരുവരും തമ്മിലുള്ള വാട്സ്ആപ്പ് സന്ദേശങ്ങൾ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും പോലീസിന്റെ അന്വേഷണം ഇപ്പോഴും പുനരാരംഭിക്കുകയാണ്. അതായത് ഈ വാട്സ്ആപ്പ് സന്ദേശം കേന്ദ്രീകരിച്ചും ഈ പെൺകുട്ടി നാട്ടിലേക്ക് കഴിഞ്ഞ 4 ദിവസം മുൻപാണ് ഈ പെൺകുട്ടി ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ശേഷം മാത്രമായിരിക്കും മറ്റു നടപടികളെല്ലാം തന്നെ ഇനി ഏതായാലും ആരംഭിക്കുക. ഇതുവരെയായിട്ടും നിലവിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പെൺകുട്ടിയുടെ ആൺസുഹൃത്തിനെ ഇതുവരെയായിട്ടും അറസ്റ്റ് ചെയ്തിട്ടില്ല. നിരീക്ഷണത്തിൽ മാത്രം കഴിഞ്ഞു വരികയായിരുന്നു. ഏതായാലും ആൺസുഹൃത്തിന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. ശരി, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ യുവതിയുടെ ബന്ധുക്കൾ ഈ ഇത്തരത്തിൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ സമയത്തടക്കം യുവാവിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം അവർ ഉന്നയിച്ചിരുന്നു. ഈ പെൺകുട്ടി അത്തരത്തിൽ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു പ്രാപ്തിയുള്ള കുട്ടിയൊന്നുമല്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം ഈ യുവാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നതടക്കം ബന്ധുക്കൾ നേരത്തെയും ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെ ആയിരിക്കണം ഒരുപക്ഷെ ഇത്തരത്തിൽ പോലീസിന് ഈ യുവാവിന്മേൽ ഒരു സംശയം തോന്നിയിട്ടുണ്ടാവുക, അല്ലേ? തീർച്ചയായും കുടുംബം പറയുന്നത് ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടി വളരെ ബോൾഡായ ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ തന്റെ മകൾ ഇത്തരത്തിലൊരു പ്രവൃത്തി, അതായത് ആത്മഹത്യയിലേക്ക് പോവില്ല എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ഈ ആൺസുഹൃത്ത് ഈ പെൺകുട്ടിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ മുറിക്കകത്ത് ഒരുപക്ഷെ ഈ ജീവൻ ഒടുക്കിയതാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ ഇങ്ങനെ ചെയ്തതാകാം എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത്. കഴിഞ്ഞ 3 വർഷത്തോളമായി ആയിഷയുമായി പരിചയമുണ്ടെന്നും കഴിഞ്ഞ 24-നാണ് ആയിഷ വീട്ടിലെത്തിയത് എന്നൊരു മൊഴിയും ഇതിനോടകമുണ്ട്. അതോടൊപ്പം തന്നെ ബഷീറുദ്ദീൻ സംഭവ ദിവസം രാവിലെ ജിമ്മിലെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിരുന്നു. എന്നാൽ ഇതിനെ ആയിഷ എതിർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തർക്കത്തിനൊടുവിൽ യുവാവ് ജിമ്മിലേക്ക് പോവുകയും ഉച്ചയോടെ ആയിഷ ബഷീറുദ്ദീന് വാട്സ്ആപ്പ് സന്ദേശം അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ മരണത്തിന് ഉത്തരവാദി നിങ്ങളായിരിക്കും എന്നായിരുന്നു ഈ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ ആഘോഷം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് ആയിഷ തൂങ്ങിയ നിലയിൽ കണ്ടത് എന്നുള്ളതാണ് ബഷീറുദ്ദീൻ മൊഴി നൽകിയിട്ടുള്ളത്. പക്ഷേ ആയിഷയുടെ ആത്മഹത്യ ആണെന്നുള്ള പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം ആയിഷയുടേത് ആത്മഹത്യ തന്നെയാണ് എന്നുള്ളതാണ്. അതായത് ഇരുവരും തമ്മിൽ മറ്റെന്തോ തരത്തിലൊരു വാക്കുതർക്കം ഉണ്ടാവുകയും ഇതിന് ശേഷം ബഷീറുദ്ദീൻ ജിമ്മിലേക്ക് പോവുകയും ഇതിന് ശേഷമാണ് മരണം ഇത്തരത്തിലൊരു ജീവനൊടുക്കൽ ഈ ആയിഷ സ്വയം ജീവനൊടുക്കിയത് എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇതിന്റെ കാരണം വ്യക്തമായും അന്വേഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. കാരണം ഒരുപക്ഷെ പെൺകുട്ടി സ്വയം ജീവനൊടുക്കിയതാവാം. ഈ ഒരു പ്രശ്നത്തിന് ശേഷം പെൺകുട്ടി മനം നൊന്ന് ജീവനൊടുക്കിയതാകാം എന്നുള്ളൊരു നിഗമനം പോലീസ് പ്രാഥമിക ഒരു നിഗമനത്തിലേക്കും പോലീസ് എത്തുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ കുടുംബം നിഷേധിക്കുന്ന തരത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കുട്ടിയുടെ ബന്ധുക്കൾ ആ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതായത് തന്റെ മകൾ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യില്ല എന്നുള്ളൊരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഈ ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിട്ടുള്ള വാട്സപ്പ് സന്ദേശത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഈ മറ്റ് നടപടികളെല്ലാം തന്നെ ഉണ്ടാവുക എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അൻസൂറിന്റെ കസ്റ്റഡി അറസ്റ്റ് ഇതുവരെയായിട്ടും രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം ഇന്ന് 10 മണിയോടുകൂടി ഈ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കുടുംബം ഇതിനെതിരെ വലിയൊരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്. വന്ദ, ശരി, വ്യക്തമാണ്. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് 21-കാരി ജീവനൊടുക്കിയതിൽ സുഹൃത്തിനെ ഇന്ന് അറസ്റ്റ് ചെയ്തേക്കും. കണ്ണാടിക്കൽ സ്വദേശിയും ജിം ട്രെയിനറുമായ ബഷീറുദ്ദീനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനാണ് പോലീസിന്റെ നീക്കം. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അഭിന പി ചിറക്കൽ. UDF യോഗം ഇന്ന് ചേരും. ആഗോള അയ്യപ്പ സംഘവുമായി സഹകരിക്കുന്നതിൽ തീരുമാനമുണ്ടാകും. മുന്നണി നേതാക്കൾ ഓൺലൈനായിട്ടാണ് യോഗം ചേരുന്നത്. വൈകിട്ട് 7:30-ക്കാണ് യോഗം. വാർത്തയുടെ വിശദാംശങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു. സൂര്യ, ആഗോള അയ്യപ്പ സംഗമത്തിൽ സഹകരിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. UDF യോഗം